മാനത്ത് മഴ കണ്ടാൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങും. അന്നും ഇന്നും നഗരത്തിൽ ഏറ്റവും തിരക്കുള്ള തമ്പാനൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇതിന് പരിഹാരം കാണുന്നതിനാണ് 2015 ഓപ്പറേഷൻ അനന്തയ്ക്ക് തുടക്കമിട്ടത്. വൈകാതെ അധികാരികൾ അതിന് ഫുൾ സ്റ്റോപ്പും ഇട്ടു. അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകറും മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസണും ചേർന്നായിരുന്നു പദ്ധതി നടപ്പാക്കിയത്. ഉന്നതരുടെ അടുക്കള വരെ പൊളിച്ചു മാറ്റാൻ അന്ന് JCB എത്തിയിരുന്നു. എന്നാൽ ഉന്നതരുടെ ഇടപെടൽ വന്നതോടെ ആ പദ്ധതിക്ക് പിന്നീട് അകാല ചരമം പ്രാപിക്കേണ്ടി വന്നു. ഭരണകർത്താക്കളുടെ കസേര ഇളകുമെന്ന് ഭയന്നാണ് ഈ പദ്ധതിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടതെന്ന ആരോപണം ഇപ്പോഴുമുണ്ട്. വർഷാവർഷം സർക്കാർ വിവിധ പദ്ധതികളാണ് പുതുതായി കൊണ്ടുവരുന്നത്. അതിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും പദ്ധതികളുണ്ടാവും. അപ്പോഴേക്കും പഴയ പദ്ധതികളെല്ലാം വെള്ളത്തിലാകും. അതുവരെ മുടക്കിയ കോടികളും സ്വാഹ. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതി എന്ന് പേരെടുക്കാൻ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിക്കുക. എന്നാൽ അതൊക്കെ ജനങ്ങൾക്ക് ഉതകുന്നതാണോ എന്നത് സംബന്ധിച്ച് യാതൊരു പരിശോധനയുമില്ല. അതാണ് ഇപ്പോൾ തലസ്ഥാന നഗരം നേരിടുന്ന പ്രധാന വെല്ലുവിളി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം കയ്യേറ്റങ്ങളും മാലിന്യം വലിച്ചെറിയുന്നതുമായിരുന്നു. അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകറും അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസണും ഒരുമിച്ച് നിന്ന് കയ്യേറ്റങ്ങൾ മുഖം നോക്കാതെ ഒഴിപ്പിച്ചു. എന്നാൽ ഈ ഓപ്പറേഷനെ ആരൊക്കെയോ ഭയന്നു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ അനന്തയ്ക്ക് അകാല ചരമം പ്രാപിക്കേണ്ടി വന്നത്. 2015 ഈ മഹത്തായ പദ്ധതിക്ക് തുടക്കമിട്ടത്. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചെന്ന് മാത്രമല്ല, നഗരത്തിന്റെ വെള്ളക്കെട്ടിന് ഏറെക്കുറെ പരിഹാരവുമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഓപ്പറേഷൻ അനന്തയുടെ തുടക്കം. മൂന്നാറിലെ വൻകിട കയ്യേറ്റത്തിന് ശേഷമുള്ള ആസൂത്രിതമായ ഒഴിപ്പിക്കൽ എന്നായിരുന്നു അനന്തയെ അന്ന് വിശേഷിപ്പിച്ചത്. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾക്ക് ഭരണ നേതൃത്വം അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസണ് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചീഫ് സെക്രട്ടറിയുടെ ടീം അത് ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്തതോടെ ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ജനത്തിനും ബോധ്യമായി തുടങ്ങിയിരുന്നു. പ്രതീക്ഷിച്ചതിലേറെ ജനകീയ പിന്തുണ ലഭിച്ചതോടെ പദ്ധതി വ്യാപകമാക്കാൻ ജിജി തോംസൺ തയ്യാറായി. കനത്ത മഴയിൽ ജനങ്ങൾ അനുഭവിച്ച ദുരിതമാണ് സർക്കാരിനെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് പ്രേരിപ്പിച്ചത്. വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങളിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് പരിശോധന നടത്തി. വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള തോടുകളും ഓടകളും കയ്യേറിയതിന്റെയും വഴിമുടക്കിയതിന്റെയും ദൃശ്യങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ടീം വീഡിയോയിൽ പകർത്തി. മന്ത്രിസഭാ യോഗത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. തലസ്ഥാന നഗരത്തിന്റെ ശാപത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ കണ്ടതോടെ മന്ത്രിമാർ ഒന്നടങ്കം പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ ചുമതലയും നൽകി. എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് കണ്ടതോടെ വ്യവസായ ലോബികൾ സർക്കാരിനെതിരെ തിരിഞ്ഞു. പതിയെ ഓപ്പറേഷൻ അനന്തയും നിലച്ചു. വൻകിടക്കാർക്ക് വേണ്ടി സാധാരണക്കാരെ കുഴിച്ചു മൂടുന്ന നിലപാടായിരുന്നു ഭരണാധികാരികൾ പിന്നീട് സ്വീകരിച്ചത്. അതിന്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയിയുടെ ജീവൻ നഷ്ടമാക്കിയ സംഭവം. ഓപ്പറേഷൻ അനന്തയുടെ പരാജയമാണ് ഈ ദുർഗതിക്ക് കാരണം. ആമയിഴഞ്ചാൻ തോട് റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി കടന്നു പോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും വലിയ അട്ടിമറിയാണ് നടന്നത്. പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിന്റെ വീതി കൂട്ടാനുള്ള വിശദമായ പദ്ധതി രേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളെ കുറിച്ച് പോലും ഒരു വിവരവും ഇല്ല. ആമയിഴഞ്ചാൻ തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടെ വൃത്തിയാക്കി കോൺക്രീറ്റ് ബോക്സ് ഉപയോഗിച്ച് ഉപരിതലം പാതയായി ഉപയോഗിക്കുന്ന വിധത്തിൽ നിർമ്മിക്കുന്ന പദ്ധതി തിരുവനന്തപുരം റോഡ് ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് 2007 2012 സർക്കാരിന് സമർപ്പിച്ചിരുന്നു. പദ്ധതിക്ക് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകിയില്ല. 10 കൊല്ലം മാലിന്യമില്ലാതെ സംരക്ഷിക്കാനാകുമെന്നും ഇതിനു വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നും വിശദീകരിച്ചിട്ടും പദ്ധതിക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു. പഴവങ്ങാടി ഭാഗത്തെ വ്യാപാരികളുടെ പുനരധിവാസത്തിനുള്ള പദ്ധതിയുടെ രൂപരേഖ ഉൾപ്പെടെയാണ് അന്ന് TRDCL കൈമാറിയിരുന്നത്. ഈ പദ്ധതിയാണ് വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ പിന്നീട് നടപ്പാക്കിയത്. ഓപ്പറേഷൻ അനന്തയ്ക്ക് രൂപരേഖ ആയതിനു പിന്നാലെ ഊറ്റുകുഴി മുതൽ കയ്യേറ്റം ഒഴിപ്പിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കിയിരുന്നു. ടണൽ വൃത്തിയാക്കാനുള്ള നീക്കം ആദ്യം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും ഉന്നതതലത്തിൽ ഇടപെടൽ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ടണലിന്റെ വീതി കൂട്ടൽ ആയിരുന്നു രണ്ടാം ഘട്ടത്തിലെ പ്രധാന ശുപാർശ. പക്ഷേ തുടർ നടപടികൾ സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. വൻകിട കയ്യേറ്റക്കാർക്കെതിരെ നിയമപരമായ ചെറുത്തുനിൽപ്പിന് പോലും
മുതിരാതെ ഭരണ നേതൃത്വം പിന്മാറി. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് മുകളിലാണ് കയ്യേറ്റങ്ങൾ അധികവും. വീടുകളിൽ നിന്നുള്ള മാലിന്യവും കടകളിൽ നിന്നുള്ള തെർമോക്കോളും കമ്പിയും മുതൽ കക്കൂസ് മാലിന്യം വരെ തോട്ടിൽ അടിഞ്ഞുകൂടുന്നു. റെയിൽവേ തള്ളുന്ന മാലിന്യത്തിനും കയ്യും കണക്കുമില്ല. തമ്പാനൂർ, ചാല, പഴവങ്ങാടി മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പല കയ്യേറ്റങ്ങളും ഓപ്പറേഷൻ അനന്തയിൽ ഒഴിപ്പിച്ചു. ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു മാറ്റി പഴയ വീതിയിൽ ഓടകൾ പുനർനിർമ്മിച്ചു. വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകളും തോടുകളും നവീകരിച്ചു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുക, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നിവയെല്ലാം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിരുന്നു. എന്നാൽ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് അനന്ത കടന്നതോടെ ഓപ്പറേഷൻ നിലച്ചു. തൈക്കാട് നിന്നടക്കമുള്ള നീർച്ചാലുകൾ ആമയിഴഞ്ചാൻ തോട്ടിൽ ചേർത്ത് നഗരത്തിന്റെ വെള്ളക്കെട്ട് പൂർണ്ണമായും പരിഹരിക്കാവുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ അധികൃതർക്ക് സാധിച്ചില്ല. തുടങ്ങി വെച്ചതെല്ലാം അതോടെ പാഴായി. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യവും മണ്ണും ചെളിയും നിറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നഗരം മഴയിൽ മുങ്ങിയതോടെ വീണ്ടും ആമയിഴഞ്ചാൻ തോട് പുനരുജ്ജീവനം ചർച്ചയായി. നവീകരണത്തിന് 25 കോടി രൂപയാണ് അനുവദിച്ചത്. കോടികൾ തോട്ടിൽ ഒഴുകിയതല്ലാതെ ഒന്നും നടന്നില്ല.